ജീവിതത്തിൽ ഒരിക്കലും തിരികെ ലഭിക്കാത്ത 3 കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണിത്. മാക്സിമം ഇത് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഈ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. ഒന്നാമത്തേതാണ് സമയം. ഈ സമയം വിലപ്പെട്ടതാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. എന്നാൽ നമ്മളതിനെ പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാറുണ്ടോ? ഈ സമയത്തിൻ്റെ ഒരു പ്രത്യേകത, അതിന് കുറേ പൈസ വേണമെന്നൊന്നുമില്ല. പാവപ്പെട്ടവനും പണക്കാരനൊക്കെ 24 മണിക്കൂർ കിട്ടുന്നുണ്ട് അല്ലേ. അതിൽ നമ്മളെത്ര ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. പിന്നീട് ചെയ്യാം എന്ന് കരുതി നമ്മൾ എത്ര തവണ മാറ്റി വെച്ചിട്ടുണ്ട് കാര്യങ്ങൾ. ആ സമയമൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യമാണ് വാക്കുകൾ എപ്പോഴും നമ്മൾ സൂക്ഷിച്ചേ ഉപയോഗിക്കാവൂ. കാരണം ഒരാൾ കത്തിക്കൊണ്ട് ഏൽപ്പിക്കുന്ന മുറിവിനേക്കാൾ വലുതാണ് നാവ് കൊണ്ട് ഏൽപ്പിക്കുന്ന മുറിവെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ. പണ്ട് ഓട്ടോഗ്രാഫിലൊക്കെ എഴുതിയിരുന്ന ഒരു കാര്യമാണത്. ശരിക്കും അത് ശരിയല്ലേ. ഒരാളുടെ നാവ് കൊണ്ട് ഒരാളെ നന്മയിലേക്കും നയിക്കാം, തിന്മയിലേക്കും നയിക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു എക്സാമ്പിൾ പറയാം. ഒരു കുട്ടി ക്ലാസ്സിൽ വളരെ പിന്നിലാണ്, പഠിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ ടീച്ചർ ആ കുട്ടിയുടെ അമ്മക്കൊരു കത്തെഴുതുകയാണ്. കുട്ടി മന്ദബുദ്ധിയാണ്, ഒന്നും പഠിക്കുന്നില്ല, ക്ലാസ്സിലൊക്കെ വളരെ പിന്നിലാണ്, സ്കൂളിൽ നിന്ന് അവനെ പഠിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വളരെ മോശമായിട്ട് എഴുതി. അങ്ങനെ അമ്മ അതുമായിട്ട് വീട്ടിൽ ചെന്ന് അത് തുറന്നു നോക്കുമ്പോൾ അത് മുഴുവനും വായിച്ചു കഴിഞ്ഞപ്പോൾ അമ്മക്ക് വളരെ വിഷമം തോന്നി. മോന് ചോദിച്ചു, എന്താ അമ്മ അതിൽ എഴുതിയിരിക്കുന്നതെന്ന്. എന്നാൽ ആ അമ്മ ആ സങ്കടങ്ങൾക്കുള്ളിൽ ഒതുക്കിക്കൊണ്ട് പറഞ്ഞു, മോനെ നീ വളരെ ടോപ്പാണ്, ബുദ്ധിമാനാണ്, നീ വളരെ സ്മാർട്ടാണ്, അതുകൊണ്ട് അതിലേറെ മികച്ചൊരു സ്കൂളിൽ നിന്ന് ചേർക്കണം എന്നാണ് ടീച്ചർ ഇതിൽ എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി പഠിച്ചുയർന്ന നിലയിലെത്തി. കാലം കുറേ കഴിഞ്ഞു പോയി. അമ്മ മരണപ്പെട്ടു. ഒരിക്കൽ അയാളുടെ കണ്ണിൽ ഈ ഡയറി കാണാനിടയായി. അതിനുള്ള കത്ത് വായിച്ചപ്പോൾ അയാൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. ആ ടീച്ചറുടെ ആ വാക്കുകൾ, തൻ്റെ അമ്മ പറഞ്ഞ വാക്കുകൾ ഒക്കെ. ഇപ്പോൾ അയാൾ അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനായി മാറി എന്നുള്ളതാണ്. ശരിക്കും ഒരാളുടെ വാക്കുകൾക്ക് അത്രക്കും പവറുണ്ടോ. നമ്മൾ ഒരാളെ താഴ്ത്താനും ഒരു വാക്കുകൊണ്ട് സാധിക്കും, ഒരുപാട് ഉയർത്തി പ്രോത്സാഹനം നൽകി ഉയർത്താനും സാധിക്കും എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ മക്കൾ തന്നെ എക്സാം കഴിഞ്ഞ് പേപ്പർ നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ എന്തൊക്കെയാണ് പറയാറുള്ളതെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹുവിലും അന്ത്യദിനത്തിലും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ നല്ലത് മാത്രം പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നുള്ളത്. അത്രയേറെ ഗൗരവമേറിയ കാര്യമാണ് നാവിനെ സൂക്ഷിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തിൽ കൂടുതലായി കണ്ട ആളുകൾ നാവിനെ സൂക്ഷിക്കാത്തവരാണ്. സോ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. മൂന്നാമതായിട്ട് തിരിച്ചു കിട്ടാത്തൊരു കാര്യമാണ് അവസരങ്ങൾ എന്നുള്ളത്. കിട്ടിയ അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ ഗേൾസ് മാരേജിന് തയ്യാറാവാത്തതിൻ്റെ ഒരു പ്രധാന പ്രശ്നം ഇത് തന്നെയാണ്. അവസരം നഷ്ടപ്പെടുമോ, പഠിക്കാൻ കഴിയുമോ, വിവാഹം കഴിഞ്ഞാൽ പിന്നെ പഠനത്തിനൊക്കെ പോലെ നടക്കുമോ എന്നൊക്കെ കരുതിയിട്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മാറ്റം നമ്മളിൽ നിന്നാണ്. അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബി ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ആദ്യം മാറ്റം വരുത്തേണ്ടത് നമ്മളിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ചുറ്റുമുള്ള സാഹചര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായി മാറുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇസ്ലാമിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, എല്ലാവരും അവരുടെ സാഹചര്യങ്ങളും എല്ലാം ഓക്കെയായിട്ട് നേടിയെടുത്തതല്ല സക്സസ് അല്ലേ. ആസിയ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ ഭർത്താവ് അത്രമേൽ ക്രൂരനായിട്ട് പോലും ഇസ്ലാമിലേക്ക് കടന്നു ചെന്നതിൻ്റെ ആ ഒരു ദേഷ്യത്തിൽ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ബീവിയെ. അതൊക്കെ എല്ലാം സഹിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിന്നില്ലേ. അവർക്ക് പറയാമായിരുന്നു, എൻ്റെ സാഹചര്യം ഇതാണ്, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണെന്നൊക്കെ പറയാമായിരുന്നു. അതൊന്നും പറയാതെ ദീനിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിന്നു. അപ്പോൾ ആദ്യം മാറ്റം തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ചുറ്റുമുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി വരുന്നത് കാണാൻ പറ്റും. സോ അവസരങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക.